മാളുകളും പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമൊക്കെ കെട്ടിപ്പടുക്കുമ്പോഴും ഒമാനിലുള്ളവർക്ക് മത്രയോടുള്ള പ്രിയം വളരെ വിലപ്പെട്ടതാണ്. ഏതു കാലത്തും ഇവിടുത്തെ തുറമുഖത്തിലേക്കും സൂക്കിലേക്കും ആളുകൾ ഒഴുകിയെത്തും. ഈ പെരുന്നാൾ കാലത്തും അത് വ്യത്യസ്തമായിരുന്നില്ല. അലി കുട്ടായിയുടെ റിപ്പോർട്ട് കാണാം. കാറ്റേറ്റ് കടല് കണ്ട് നടക്കാൻ നീണ്ട കല്ല് വിരിച്ച പാത. പുൽത്തകിടിയിൽ മലർന്നു കിടന്ന് അറബിക്കടലിന് മുകളിലെ ആകാശത്തേക്ക് കണ്ണുകൾ പായിക്കാം. കുന്തിരിക്കത്തിൻ്റെ മണം പരക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സൂക്കിലൂടെ നടക്കാം. വളഞ്ഞു കിടക്കുന്ന കടലിനെയും നങ്കൂരമിട്ടിരിക്കുന്ന വലിയ കപ്പലിനെയും മതിയാവോളം കാണാം. മത്ര അങ്ങനെയാണ്, പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന ഒരു തുരുത്ത്. അതുകൊണ്ട് തന്നെയാണ് അവധി ദിനങ്ങളിൽ മസ്കത്തിലുള്ളവരുടെ ആദ്യ ചോയ്സായി മത്ര മാറുന്നത്. 2 വാരാന്ത്യ അവധികളടക്കം 9 ദിവസമായിരുന്നു ഈ പെരുന്നാളിന് ഒമാനിലെ അവധി. ഒമാൻ ചൂടിലേക്ക് പതുക്കെ മാറുന്നത് കൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലാണ് അവധി ആഘോഷിക്കാനായി കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോടൊപ്പവും മിക്കവരും ഇറങ്ങുക. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ പ്രാചീന സൂക്കായിട്ടുള്ള മത്ര സൂക്കാണ് മത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കോർണിഷ് അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മത്രക്ക് പുറത്തുള്ള സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ പ്രത്യേകിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള വിസിറ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നത് ഇത്തരം അവധി ദിവസങ്ങളിലാണ്. മത്ര കോർണിഷ് ഓൾഡ് മത്ര സൂക്കിലെ ഒരു ചുഴിയാണ്. സൂക്കിലേക്കുള്ള ഒരു പ്രവേശന സ്ഥലം, സുന്ദരമായ വിനോദസഞ്ചാര കേന്ദ്രം. ഈദ് അവധി ദിനങ്ങളിലെ വൈകുന്നേരങ്ങളിൽ ഇവിടം ജനനിബിഡമാവും. സ്വദേശികളും വിദേശികളും കൂട്ടമായി മസ്കത്തിലെ കടൽക്കരയിലേക്ക് ഒഴുകിയെത്തി. മസ്കത്ത് മുനിസിപ്പാലിറ്റി റമദാൻ സമയത്തും മത്രയെ അലങ്കരിച്ചിരുന്നു. ഈദായപ്പോൾ പുതിയ ലൈറ്റുകളും വർണ്ണങ്ങളുമായി കൂടുതൽ തിളങ്ങി. ഒമാൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ അവധി ആഘോഷിക്കാനായി മത്രയിലേക്കെത്തി. അവർ മത്ര ഫോർട്ടിന് മുകളിൽ കയറി നിന്ന് മസ്കത്തിനെ മുഴുവനായും കണ്ടു. ആദ്യ സമയങ്ങളിലൊക്കെ വന്നിരുന്നു ഇടയ്ക്കൊക്കെ, പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പെരുന്നാൾ അവധിക്കാണ് വന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ക്രൗഡൊക്കെയാണ് ഇവിടെ. നമ്മൾ പിന്നെ ലേറ്റ് ആവുകയും ചെയ്തു വരാനും. പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കുട്ടികൾക്കൊരു എൻജോയ്മെൻ്റ് ആണല്ലോ. കോർണിഷിലെ ഭംഗിയുള്ള കാഴ്ചകൾക്കൊപ്പം ഇളം കാറ്റേറ്റും കടൽ കാഴ്ചകൾ ആസ്വദിച്ചും കൽബു പാർക്ക് വരെ നീളുന്ന ജനസഞ്ചയത്തിൻ്റെ നടത്തമാണ് കോർണിഷിലെ ഈദ് വൈബ്. കുടുംബസമേതം ഇവിടെ എത്തിച്ചേരുന്നവരിൽ അധികവും വിദേശികളാണ്. ചിത്രങ്ങൾ പകർത്തിയും അവർ മത്രയിൽ വന്നതിൻ്റെ ഓർമ്മത്താളുകളിൽ നിറക്കും. മറ്റു GCC രാജ്യങ്ങളിൽ നിന്നും ഒമാനിലുള്ള ഉറ്റവരെ കാണാനെത്തുന്ന പ്രവാസികൾ മത്ര കാണാതെ മടങ്ങാറില്ല. ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തെയും പോലെ തന്നെ ഒരുപാട് വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമികളായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഒരുപാട് നാഷണാലിറ്റീസ്, ഒരുപാട് രാജ്യത്തെ ജനങ്ങളിവിടെ ആസ്വദിക്കാൻ വരുന്നു. അതുപോലെ സ്വദേശികളും വിദേശികളുമായ ഒരുപാട് ആളുകളെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതുപോലെ നമ്മുടെ മത്ര സൂക്ക് വൈവിധ്യങ്ങളെ ചേർത്ത് നിർത്താൻ ഇവിടുത്തെ ഒമാനി ഭരണാധികാരികളും ഇവിടുത്തെ നാട്ടുകാരും കാണിക്കുന്ന ഒരു അതിനോടുള്ള താല്പര്യവും ആ ഒരു ഇൻക്ലൂസീവ്നെസ്സും എനിക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. കടൽക്കരയിലെ പാത നടന്നു മടുക്കുന്നവരെ കുന്തിരിക്ക സുഗന്ധം പുകച്ച് സൂക്ക് വിളിക്കും. റമദാൻ മുഴുവനും സജീവമായ മത്ര സൂക്കിൻ്റെ 2ാം കവാടമാണ് സന്ദർശകരെ ലക്ഷ്യം വെച്ച് തുറന്നു പ്രവർത്തിക്കുക. ആൻറ്റിക് ഉൽപ്പന്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും ഒമാനി തൊപ്പിയും മറ്റും വാങ്ങിയും കണ്ടും ആളുകൾ സൂക്കിലൂടെ ഒഴുകും. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വിനോദസഞ്ചാരികൾ, സ്വദേശികൾ, വിവിധ രാജ്യക്കാരായ താമസക്കാർ, അങ്ങനെ ഒരിടത്തേക്ക് വിവിധ ദേശക്കാർ ഒരേ സമയം സംഗമിക്കുന്ന അപൂർവ കാഴ്ച. ഈദ് അവധി കഴിഞ്ഞാൽ കോർണിഷിനും സൂക്കിനും വലിയ തിരക്കുകളിൽ നിന്ന് തെല്ല് ആശ്വാസമാവുമെങ്കിലും വാരാന്ത്യങ്ങളിൽ വീണ്ടും സജീവമാകും. സീസണുകളിൽ നങ്കൂരമിടുന്ന വിദേശ കപ്പലുകളെ കാത്ത് സൂക്കിലെ കച്ചവടക്കാരും ഒരുങ്ങി നിൽക്കും.